തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കാനായിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ മൗനം വെടിയാത്തത്? ഇതിനകത്ത് ഒരു അജണ്ടയുണ്ടെന്നാണ് എനിക്ക് സംശയം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ കുറ്റം പറയുകയാണ്, അവരാരും മിണ്ടുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ മെയിൻ ആൾക്കാർ, അവരും മിണ്ടുന്നില്ല. SFI, DYFI, KSU, യൂത്ത് കോൺഗ്രസ്, അതായത് യൂത്ത് വിപ്ലവ പാർട്ടികൾ ആരും അനങ്ങുന്നില്ല. അപ്പോൾ ഇവർക്ക് സമരങ്ങൾ വേണ്ട, അനാവശ്യ സമരം ചെയ്യുന്നുണ്ട്. ഏറ്റവും ജനങ്ങളുടെ രക്ഷയ്ക്കുള്ള സമരം ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു മാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3 മാലാ കൊച്ചുമക്കള് തെരുവ് പട്ടി കടിച്ച് കീറി, അതിനുശേഷം പേ വിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ട് അത് 3 പേ പിടിച്ച് ആ 3 മാലാ കൊച്ചുങ്ങൾ പേ പിടിച്ച് മരിച്ചിരിക്കുകയാണ്. എന്തൊരു സങ്കടം! ഇതൊക്കെ കണ്ണു തുറക്കുന്നത്. എന്നിട്ട് ഇവരാരും മിണ്ടുന്നില്ല. അതാണ് ഏറ്റവും കഷ്ടം. ഈ ഭയം ഇരട്ടിക്കുന്ന കുട്ടികൾ മരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ വിഷബാധ ഉണ്ടായി അതിൽ ചികിത്സ എടുത്തിട്ടും വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു ചെറിയ പ്രശ്നമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണോ, അതോ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ ഇടപെടുമോ? അതല്ല ഈ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് പോലെ, മൃഗസ്നേഹം എന്ന് പറയുന്നത് പോലെ ഇതിന്റെ അതിരുകൾ വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ടോ നമ്മുടെ സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും? അല്ല, ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹി മോഡലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാം. ഒന്ന്, ഡൽഹി മോഡൽ കേരളത്തിൽ ആക്കി തരാൻ പറഞ്ഞൊരു ഓർഡർ മേടിക്കാം. 1. 2, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർക്ക് അധികാരം കൈമാറണം എത്രയും പെട്ടെന്ന്. നിങ്ങൾ തെരുവ് പട്ടികളെ മുഴുവൻ ഷെൽട്ടറാക്കുക, ഡൽഹി മോഡലാക്കുക എന്നൊരു പ്രസ്താവന ഇറക്കിയാൽ മതി. വളരെ പെട്ടെന്ന് കാര്യം നടക്കും. ഇവിടെ ഇവർ 2 കൂട്ടരും, അതായത് LDF-ഉം UDF-ഉം ഒരു അജണ്ട വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് ബാധിക്കുന്നില്ല. തെരുവ് പട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ ഉടനെ മേനകാ ഗാന്ധിയെയാണ് എല്ലാവരും ശപിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ മേനകാ ഗാന്ധിനെ ഒരാൾ ശപിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളൊക്കെ കടി കൊണ്ട് ചാവണോ? എന്തൊരു കഷ്ടമാണ്. അപ്പോൾ അവർക്ക് BJP വളരാണ്ടിരിക്കാൻ വേണ്ടി ഇവർ 2 കൂട്ടരും സൈലന്റ് ആണ്. ഞാൻ ഈ 2 കൂട്ടരെയും കുറ്റം പറയാണ്. നമുക്ക് വേണ്ടത് ഒരു ജനകീയ മുന്നേറ്റം. കേരളത്തെ രക്ഷിക്കുമ്പോഴെങ്കിൽ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ജനകീയ സമരം നടത്തണം. ഒരു വിമോചന സമരം തന്നെ വേണ്ടി വരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണു തുറക്കൂ. ഇടപെടലുകൾ അനിവാര്യമായി വരികയാണ്. ആ വിഷയത്തിന്റെ ഗൗരവം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, ബോധ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. നമ്മുടെ വിവിധ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. തെരുവ് നായ്ക്കളെ ശാസ്ത്രീയമായി ഇവിടെ തീർച്ചയായിട്ടും നടക്കും. വളരെ എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ഓർഡർ കൊടുക്കുക. അവിടെ ഉള്ള തെരുവ് പട്ടികളെ നിങ്ങൾ ഷെൽട്ടർ ആക്കുന്ന ആ നിയമം നിങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായ? ഇപ്പം ഞാൻ പറയുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഒരു മാതൃക സംഭവം ചെയ്തു. അവിടെ തെരുവ് പട്ടികൾ മനുഷ്യരെ കടിച്ചു കയറി, നിരവധി പേരെ കടിച്ചു കയറി പേ പിടിച്ച് മരിക്കുന്ന അവസരം ഉണ്ടായപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുറെ തെരുവ് പട്ടികളെ നിയമം തെറ്റിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ നിയമം തെറ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ പോലീസിനെ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും സൈലന്റ് ആയിരുന്നുകൊണ്ട് അവരെ കേസിൽ പ്രതിയാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ. എൻ്റെ പേരിൽ, ഞാൻ ഈ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നിരവധി തെരുവ് നായ്ക്കളെ മനുഷ്യർ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് എൻ്റെ പേരിൽ 20ഓളം കേസെടുത്താണ്. അപ്പോഴൊന്നും ഇവരാരും മിണ്ടുന്നില്ല. ഞാൻ പറയുന്നത് ആൾക്കാരെ ഇങ്ങനെ കേസിൽ കുടുക്കി അവരെ ഇല്ലായ്മ ചെയ്യുക, തെരുവ് പട്ടികൾ വാഴട്ടെ എന്ന് പറയുന്ന ഈ തെരുവ് പട്ടി സ്നേഹികൾക്ക് വേണ്ടി എന്തിനാണ് ഭരണകൂടം ഇങ്ങനെ മാറിപ്പോണത്? എന്ത് ഭരണമെന്ന് എന്ന് പറയണത്? ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പാവപ്പെട്ട കുട്ടികൾക്ക് പറ്റില്ല. ആട്, താറാവ് എന്നീ വളർത്തി നടക്കുന്ന അവരുടെ ജീവിതം മുഴുവൻ പോയി. എല്ലാവരും നിരാശയിലാണ്. ഇപ്പൊ സാധാരണക്കാർക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ തോക്കോ അല്ലെങ്കിൽ വലിയ വടിയെങ്കിലും വേണം. ലാത്തിയില്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. ആരാണ് സെക്യൂരിറ്റി തരുന്നത്? അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ സന്തോഷ വാർത്ത ഡൽഹി മോഡലാക്കുക എത്രയും പെട്ടെന്ന്. നല്ലൊരു അവസരമാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മോഡലാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ആ അവസരത്തിൽ സർക്കാർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ശ്രീ ജോസ് മാവേലി ചോദിക്കുന്നത്. നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.